కాటుకూరలను మరియు ఇది ആന്ധ്ര കാട്ടിൽ പോയി സാധനം എത്തിയിട്ട് കത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒറ്റ കച്ചവടം ഒറ്റ നെയ്യുന്നത് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ചേട്ടന് എങ്ങനെയാണ് ഈ കൊട്ട ഇങ്ങനെ ആകുന്നത് ഈ ഒരു സാധനം കൊണ്ട് മാത്രമാണോ ഈ ഇതുണ്ടാക്കുന്നത്? ഇതിന്നെങ്കിൽ ഇത് ചെയ്യാൻ ഈ സാധനമാണ് അപ്പോൾ ഈ രൂപത്തിൽ വരുന്നത് അല്ലേ? ഈ കൊട്ടയൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയത്? ചേട്ടൻ ദിവസം കിട്ടുന്ന അല്ലേ? ഇനി പല മോഡലുണ്ട്. അടപ്പ് കൊട്ടുണ്ട്, സാധാ കൊട്ടുണ്ട്, ഫ്ലവർ വാത് ചെയ്യും, എല്ലാം പല മോഡൽ ചെയ്യും. ഇനി സമയമില്ല, ചെയ്യാൻ സമയം ഇനി ചെയ്യാം. ചേച്ചി വന്നെങ്കിൽ നല്ല മോഡൽസ്. എന്നെ കാണുന്നവർ ഈ ചൂരൽ കൊണ്ടാണ് ചേട്ടൻ്റെ ഇതുപോലെയുള്ള കൊട്ടകൾ നിർമ്മിക്കുന്നത്. ഇതുപോലെ വലിയ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് തുണിയൊക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുന്ന തുണികൾ ഇടാനായിട്ടുള്ള വലിയ കവറുകൾ അതൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ. അപ്പോൾ അതെല്ലാം പോയി ഒരുപാട് ഇങ്ങനെ ഈ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് പിള്ളേർ പൂവും മറ്റുള്ള സാധനങ്ങളും എല്ലാം വെക്കുകയും അതുപോലെ ഈ ഡാൻസ് പ്രോഗ്രാം ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്ത് ചേട്ടൻ ആന്ധ്രയിൽ നിന്ന് കാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു തരം ചൂരലായത്. ഈ നമ്മുടെ ഇവിടുത്തെ ചൂണ്ടപ്പനെന്ന് പറയും ആ സാധനമാണ് ഈ രൂപത്തിലൂടെ ഇരിക്കുന്നത്. ഈ ഒരു ചൂരൽ കൊണ്ട് ഇതുപോലെ ഒരു കൊട്ട ഇതുപോലെയുള്ള ഇതുകൾ ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഒരു മനുഷ്യന് ഈ ചൂരൽ കൊണ്ട് ഇതുപോലെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം മാറ്റിയെടുക്കും. ആ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ എന്നെ കാണുന്ന എൻ്റെ കാണികൾ ഈ ചൂരൽ കണ്ടോ, ഇതാണിപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളൊന്നും അല്ലാതിരിക്കുക. ഇത് പല കഷ്ണങ്ങളാക്കി അതുപോലെ ഉശവൻ്റെ കയ്യിലെ കളിമണ്ണ് പണിയുന്നത് പോലെ നമ്മളെ ദൈവം മാറ്റി ഇവിടെ മനോഹരമായ പാത്രങ്ങൾ ഇതെല്ലാം കണ്ട ഈ പാത്രങ്ങളെല്ലാം ഈ മനുഷ്യൻ ഈ ചൂരൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരുപാട് കൊട്ടകളുണ്ടാക്കി, ഒരുപാട് അതെല്ലാം തീർന്നു. ചേട്ടൻ ഇനി ഇതുപോലെ ഒരുപാട് നല്ല കൊട്ടകൾ ഉണ്ടാക്കണം. എങ്ങനെ ഇപ്പോൾ നല്ല മോഡൽ ഉണ്ടാക്കണം. ഇനി 5 തീയതി നല്ല മോഡൽസ് വരും. 5 തീയതി നല്ല മോഡൽസ് വരും. ഇതിപ്പം ഒരു ഷോപ്പിംഗ് മാളിലോ അതുപോലെ ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ അതിനെല്ലാം ഭയങ്കര അവരൊരു വില എഴുതി വിറ്റാൽ ഒരു തൂക്കിയിടും, അത് കൊടുക്കും. ഈ മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനം എത്ര മനോഹരമായിട്ട് എത്ര ഉറപ്പിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അഴിയും പൊളിയും എല്ലാം നല്ല ഉറപ്പിലായിരിക്കുന്നു. അല്ല അങ്ങനെയൊന്നും കണ്ടോ, ലോകത്ത് പൊടിയില്ല, നല്ല ബലത്തിൽ. ഈ സാധനം നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 100-500 രൂപയെങ്കിലും കൊടുക്കണം. പക്ഷേ ഇവിടെ ഇത് 250 രൂപ 300 രൂപയിൽ കൂടുതൽ മേടിക്കുന്നുണ്ട്. വളരെ ലാഭമാണ്. ഇതിലെ നിങ്ങളാരെങ്കിലും കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുവാണെങ്കിൽ ഇതൊക്കെ മേടിച്ച് ഇവരെ സഹായിക്കും.